2004 മോഡലാണ്. 2004 മാനുഫാക്ചറിങ്, 2005 രജിസ്ട്രേഷൻ വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ള വണ്ടിയാണ്. ഇത് നമുക്ക് ഓടിച്ച് പഠിക്കാനായിട്ടൊക്കെ നോക്കുന്ന കസ്റ്റമേഴ്സ് ആണെങ്കിൽ നമുക്ക് നല്ല സൂട്ടാണ്. ഇത് 25 വരെ പേപ്പറുള്ള വണ്ടി ആയതുകൊണ്ട് നമുക്ക് ഇൻഷുറൻസ് എല്ലാം ഉണ്ട്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന 2017 മോഡൽ എർട്ടിഗയാണ്. വെറും 64,000 കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളത്. സെക്കൻഡ് ഓണർഷിപ്പാണ്. ഇത് നമുക്ക് ലിമിറ്റഡ് എഡിഷനാണ്. VXI ലിമിറ്റഡ് എഡിഷൻ ആയതുകൊണ്ട് നമുക്ക് അലോയ് വീല് എല്ലാം വരുന്നുണ്ട്, സ്റ്റിയറിംഗ് കൺട്രോൾ വരുന്നുണ്ട്, മിറർ പോർട്ടബിൾ വരുന്നുണ്ട്. 19,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. അത് 1 ലക്ഷം കഴിഞ്ഞിട്ടുള്ളതാണോ കാണിക്കുന്നത്? അതോ അല്ല, അതിൽ 1 ലക്ഷം അല്ല, ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. കാരണം നമുക്ക് വണ്ടി ഓടിച്ചപ്പോഴത്തേക്ക് ആ ഒരു കിലോമീറ്റർ മറിഞ്ഞിട്ടുള്ളതായിട്ട് നമുക്ക് തോന്നുന്നില്ല. ഇല്ല. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന 2017 മോഡൽ വാഗനർ ഓട്ടോമാറ്റിക്കാണ്. നിങ്ങൾ കിലോമീറ്റർ പറഞ്ഞാൽ വിശ്വസിക്കില്ലായിരിക്കും. നമുക്ക് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. വെറും 12,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ 7 കൊല്ലമായിട്ട്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന 2014 മോഡൽ മൈക്രയാണ്. ഇത് ഓട്ടോമാറ്റിക്കാണ്. ഒരു CVT ഒരു നിസാൻ വെഹിക്കിൾ നോക്കാമെങ്കിൽ നമുക്ക് നോക്കാമെന്നുള്ള വണ്ടിയാണ്. അലോയ് വീൽ വരുന്ന മോഡലാണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പൊക്കെ വരുന്നതാണ്. കീലെസ് എൻട്രി വരുന്ന മോഡലാണ്. അതെ. അപ്പം സ്കിപ്പ് അടിച്ച് പോകരുത്. നിങ്ങൾക്ക് എല്ലാവരും ഞാൻ ആദ്യമേ പറഞ്ഞിരുന്ന ആ ഒരു മത്സരം നമ്മളിവിടെ തുടങ്ങുകയാണ്. 30K കഴിഞ്ഞിട്ടുണ്ട്. 500 പേരും കൂടി ആയിട്ടുണ്ട്. കാരണം നേരത്തെ എടുത്തു വെച്ച വീഡിയോകളെല്ലാം വന്നുകൊണ്ടിരുന്നത് കൊണ്ടാണ് അത് പറയാതിരുന്നത്, മനഃപൂർവ്വം പറയാതിരുന്നതല്ല. അപ്പോൾ നമ്മളെ മത്സരം എന്ന് പറയുന്നത് 30K തൊട്ട് 50K വരെ വരുന്ന വീഡിയോസിൽ നിന്നുള്ള മത്സരമാണ്. അതായത് നമ്മളെ വീഡിയോസ് എല്ലാം നിങ്ങൾ കാണുക. കണ്ടിട്ട് ആ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് നമുക്ക് തരാൻ പറ്റുന്ന നല്ല നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ മെൻഷൻ ചെയ്യുക. ഈ മെൻഷൻ ചെയ്യുന്ന ഓരോ കമൻറ്റുകളിലും ഏറ്റവും കൂടുതൽ ലൈക്ക് വരുന്ന കമൻ്റ് ആയിരിക്കും നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ സമ്മാനമായിട്ട് കൊടുക്കുന്നത് ഇയർബഡ്സ് ആണ്. ഒരു ബോട്ടിൻ്റെ നല്ലൊരു ഇയർബഡ്സ് ആണ് നമ്മൾ ഇത്തവണ സമ്മാനമായിട്ട് തരുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്ന ഈ കാര്യം തന്നെ നമ്മൾ എല്ലാ വീഡിയോസിലും നമ്മൾ തുടക്കം കൊടുക്കുന്നതായിരിക്കും. വേറൊന്നും കൊണ്ടല്ല, കാരണം ഈ വീഡിയോ നമ്മളെ സ്ഥിരം കാണാത്തവരായിട്ടുള്ള പ്രേക്ഷകർ, പുതുതായിട്ട് കാണുന്നവർക്ക് ഇത്തരത്തിലൊരു സമ്മാനം ഉണ്ട് എന്നുള്ളതൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ വീഡിയോയിലും ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അരോചകമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. കാരണം പുതിയ ആൾക്കാർക്ക് അത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്തരത്തിലുള്ള സമ്മാനം കൂടി ഇനി മുതൽ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും ഉണ്ടാകുന്നതായിരിക്കും. അപ്പം വീഡിയോ ആരും മിസ് ചെയ്യരുത് മാത്രമല്ല, നല്ല നല്ല കമൻസുകൾ, വേണ്ടുന്ന കമൻസ്, അതായത് 1ാം സ്ഥാനം 2ാം സ്ഥാനം മൂത്രമൊഴിക്കാൻ പോയിട്ട് 2ാം സ്ഥാനം ആയിപ്പോയി എന്നുള്ള ആ സ്ഥിരം കമൻസുകളല്ല, അല്ലാതുള്ള നല്ല മോട്ടിവേറ്റായിട്ട്, അതായത് പറഞ്ഞാൽ അതിനൊരു റീസൺ ഉണ്ട്. ഒരു വണ്ടിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇന്ന കാര്യങ്ങൾ പറയാമായിരുന്നു എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത്തരത്തിൽ പറയാവുന്ന നല്ല കമൻസുകൾ നിങ്ങൾ തരിക. അതിലേറ്റവും കൂടെ ലൈക്ക് വീഴുന്ന ഏത് കമൻറ്റിനാണെന്നുള്ളത് നോക്കി ആ കമൻറ്റ് അയച്ച ആൾക്കാർക്കും നമ്മൾ സമ്മാനം കൊടുക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നതെന്ന് പറയുന്നത് ട്രൂ വാലിയിലാണ്. ട്രൂ വാലി എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം ഈഞ്ചക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ട്രൂ വാലി എന്ന് പറയുന്ന ഷോപ്പിലാണ് നമ്മളിന്ന് വന്നിരുന്നത്. ട്രൂ വാലിയിൽ എന്തിന് ചെയ്യുന്നു സനൂപനും ചോദിക്കല്. ട്രൂ വാലിയിൽ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് എടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ട്രൂ വാലിയിലുള്ള വീഡിയോസ് കൂടി ചെയ്യുന്നത്. അപ്പോൾ സംഭവം നിങ്ങൾ ഈ കാണുമ്പോൾ കുറച്ച് പൊക്കത്തിലാണെന്ന് തോന്നുന്ന ഒരു കാരണം മണ്ടയിൽ കയറ്റി വെച്ചിട്ട് അത് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു വേരിയേഷൻ തോന്നുന്നത് കേട്ടോ. അപ്പോൾ കൈ പിടിക്കുക ഭയങ്കര വെയിറ്റ്, മുടിഞ്ഞ വെയിറ്റ് ഈ സാധനത്തിന്. അതുകൊണ്ട് വീഡിയോ എടുക്കുമ്പോൾ ഉള്ള ഒരു ഇത് കഴിഞ്ഞാൽ ഞാൻ പിന്നെ എപ്പോഴും ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്ത് സ്റ്റാൻഡ് ചെയ്ത് പിടിക്കുകയാണ് പതിവ്. അതുകൊണ്ട് ടോപ്പ് ആംഗിൾ തോന്നെ കിടക്കുന്ന, സൈഡ് തോന്നെ കിടക്കുന്നതും ചിന്തിക്കരുത്. ഇതാണ് കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരു 30,000 രൂപ തൊട്ട് തുടങ്ങുന്ന വണ്ടികൾ. 30,000 രൂപയ്ക്ക് AC അല്ലേ ഇത് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. 30,000 രൂപ തൊട്ട് തുടങ്ങുന്ന വണ്ടികൾ തുടങ്ങുന്ന ഒരു നല്ല വീഡിയോ ആണ്. കുറഞ്ഞ വണ്ടികൾ നോക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ ട്രൂ വാല്യൂ ബേസ് ചെയ്ത് പോകുമ്പം കിട്ടുന്ന ഒരു കുറഞ്ഞ വണ്ടികളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഡീലേഴ്സിൻ്റെ അടുത്ത് ചെല്ലുമ്പം ചിലപ്പം കുറച്ചും കൂടിയൊക്കെ താന്ന് നിൽക്കും, ഇത് കുറച്ചുകൂടി കയറി നിൽക്കും. ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് അറിയാമല്ലേ. അപ്പോൾ പിന്നെ അത് ഞാൻ എടുത്തെടുത്ത് പറഞ്ഞു തരേണ്ട കാര്യമില്ല. അതുകൊണ്ട് ട്രൂ വാല്യൂ ബേസ് ചെയ്ത് കുറഞ്ഞ തുകയ്ക്കുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. കുറഞ്ഞ വീഡിയോയിൽ കുറച്ച് വണ്ടികൾ, നല്ല വണ്ടികൾ കിടപ്പുണ്ട്. അർബൻ ക്രൂയിസർ അങ്ങനെയൊക്കെയുള്ള വണ്ടികൾ, കുറച്ച് നല്ല വണ്ടികൾ കിടപ്പുണ്ട്. അപ്പോൾ അതും കൂടിയൊക്കെ നമ്മൾ എടുക്കും. പക്ഷേ എന്നിരുന്നാൽ പോലും തോനെയും സാധാരണക്കാർക്ക് എടുക്കാൻ പറ്റിയ 2.5, 3.5, 1.5, 1, 30,000, 55,000 അങ്ങനെയുള്ള തുകയ്ക്കൊക്കെ ഉള്ള വണ്ടികളാണ് ഇത്തവണ ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്ത് തരണം. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മൾ മുന്നോട്ട് നല്ല നല്ല വീഡിയോകൾ തിരക്കി കണ്ട നാട് മൊത്തം ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം
ഈ ചിലത് മാത്രമാണ് ഞാൻ റിപ്പീറ്റേഷൻ അടിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലാതുള്ള എല്ലാം ഒരുവിധം ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് പുതിയ കടകളൊക്കെ പോകാൻ. അപ്പം കിട്ടുന്നിടത്തോളം നമ്മൾ എടുത്ത് തന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം നമ്മുടെ പ്രയത്നത്തെ നിങ്ങളും മാനിക്കുക. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മളെ പുതിയ വീഡിയോയിലോട്ട് പോവുകയാണ്. 2002 മാരുതി 800 വണ്ടി. 65,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. തേർഡ് ഓണർഷിപ്പാണ്. ജെനുവിൻ കിലോമീറ്റർ ആണോ? 65,000 കിലോമീറ്റർ ആണ്. അല്ല, അത് ജെനുവിൻ കിലോമീറ്റർ ആണോ? ജെനുവിൻ കിലോമീറ്റർ തന്നെ. ഇത്രയും പഴകിയ വണ്ടിയല്ലേ, അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. പഴയ വണ്ടിയാണെങ്കിൽ വണ്ടി കൊള്ളാം, നീറ്റാണ്. 2000 ടയർ കണ്ടീഷനെല്ലാം ഓക്കെ, നല്ല കണ്ടീഷനാണ്, ഗുഡ് കണ്ടീഷൻ എന്ന് പറയാം. പിന്നെ നമുക്കിത് 27 വരെ പേപ്പറുള്ള വണ്ടിയാണ്. ഇൻഷുറൻസ് നമുക്ക് നിലവിലുള്ളതാണ്. റീപ്ലേസ്മെൻറ്റ്സ് വല്ല? റീപ്ലേസ്മെൻറ്റ്സ് ഒന്നുമില്ല. 4 ടയറും പുതുതായിട്ട് മാറിയിട്ടേക്കോ അല്ലേ? 4 ടയർ മാറിയിട്ടുണ്ട്. എത്ര ചോദ്യം? എത്ര ഇത് നമുക്ക് ചോദ്യം വന്ന് 55 രൂപ. 55. എ സി ആണോ? എ സി അല്ല. എ സി അല്ല, അല്ല, കാർബറേറ്ററാണ്. ഈ ടച്ച് ആൻഡ് പോളിഷ് ഒക്കെ ചെയ്ത് കൊടുക്കുമോ അതോ ഈ ഒരു കണ്ടീഷൻ പോളിഷ് വരത്തില്ല? നമുക്ക് ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് വാഷ് ചെയ്ത് ചെക്കപ്പ് ചെയ്ത് നമുക്ക് കൊടുക്കാമെന്നുള്ളതാണ്. അടുത്ത് നമുക്ക് നോക്കാൻ പോകുന്ന 2005 മോഡൽ സാൻഡ്രോയാണ്. സെക്കൻഡ് ഓണർഷിപ്പായ മോഡലാണിത്. സെക്കൻഡ് ഓണർഷിപ്പ് 86,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. വേറെ റീപ്ലേസ്മെൻ്റ് ഒന്നും വരുന്നില്ല വണ്ടിയിൽ. ടയർ കണ്ടീഷനൊക്കെ ആവറേജ് കണ്ടീഷനാണ് എന്ന് പറഞ്ഞ് കുഴപ്പമില്ല. നമുക്ക് ഏകദേശം ഒരു 5,000 കിലോമീറ്റർ വരെ ഓടാനുള്ള ടയറൊക്കെ ഉണ്ട് ഇതിൽ. ബാക്ക് 2 ഏകദേശം ഗുഡ് കണ്ടീഷനാണ്, ഫ്രണ്ട് 2ആണ് ഇതുപോലെ ആവറേജ് കണ്ടീഷൻ എന്ന് പറഞ്ഞത്. വേറെ റീപ്ലേസ് ഒന്നും വണ്ടിക്ക് ഇല്ല. എത്ര ചോദിക്കുന്നത്? ഇത് 85 രൂപയാണ് കേൾക്കുന്നത്. 85. ഇതും ഇതേപോലെ ഈ കണ്ടീഷനിൽ നമുക്ക് വാഷ് ചെയ്ത് ചെക്കപ്പ് ചെയ്ത് നമുക്ക് തരാമെന്നുള്ളതേ ഉള്ളൂ. വലുതായിട്ട് ടച്ച് ആൻഡ് പോളിഷിനുള്ള പരിപാടിയൊന്നും ഇല്ല. ടച്ച് ആൻഡ് പോളിഷിനുള്ള പരിപാടി ഇല്ല. നമുക്ക് ഈ ഒരു കണ്ടീഷനിൽ നമുക്കൊന്ന് വാഷ് ചെയ്ത് കൊടുക്കാമെന്നുള്ളതാണ് വരുന്നത്. പക്ഷേ വേറെ ടച്ച് ആൻഡ് പോളിഷിൻ്റെ ആവശ്യമില്ല. വണ്ടി ബോഡിയെല്ലാം നീറ്റാണ്. വേറെ ഡെൻറ്റിങ്ങോ പെയിൻറ്റിങ്ങോ എന്നുള്ള വർക്കൊന്നും വരുന്നുമില്ല. ഇതിൻ്റെ ഏത് വർഷമായിരുന്നു? 2005. അപ്പോൾ ഇതിൻ്റെ പേപ്പർ ഇനി എത്ര നാളുണ്ട്? ഇനി 25 വരെ പേപ്പറുണ്ട്. അടുത്ത കൊല്ലം ടെസ്റ്റാണ്. അടുത്ത കൊല്ലം ടെസ്റ്റാണ്. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്ന 2006 മോഡൽ വാഗനാറാണ്. ഇത് ഏകദേശം 1 ലക്ഷം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട്. 5ാമത്തെ ഓണർഷിപ്പാണ്. തികഞ്ഞിട്ടുണ്ട് 1 ലക്ഷം തികഞ്ഞിട്ടുണ്ട്. 5ാമത്തെ ഓണർഷിപ്പാണ്. പക്ഷേ ഇൻറ്റീരിയറൊക്കെ നല്ല നീറ്റാണ്. സീറ്റ് കവറൊക്കെ അടിച്ചിട്ടുണ്ട്. വേറെ ഇൻറ്റീരിയറിൽ വലിയ പ്രശ്നമൊന്നും വരുന്നില്ല. ഈ ഓണർഷിപ്പ് മാത്രമാണ് ഇതിൽ ഇതുപോലെ കൂടി നിൽക്കുന്നത്. എത്ര ചോദിക്കുന്നത്? ഇത് നമ്മൾ ചോദിക്കുന്നത് 95 രൂപയാണ്. 95. ലാസ്റ്റ് പ്രൈസ് ആണോ? ലാസ്റ്റ് പ്രൈസിൽ എല്ലാത്തിനും ചെറുതായിട്ട് നമുക്കൊരു 5,000 രൂപ ഡിസ്കൗണ്ട് വരുന്നുണ്ട്. ഓരോ വണ്ടി പോലെ ഇരിക്കും ഡിസ്കൗണ്ട്. നമുക്ക് 5,000 രൂപ വരെയാണ് മാക്സിമം വരുന്നത്. പിന്നെ ഇതും ചെക്കപ്പ് ചെയ്ത് നമുക്ക് വാഷ് ചെയ്ത് കൊടുക്കാമെന്നുള്ളതാണ്. വണ്ടിക്കകമൊക്കെ കൊള്ളാം, നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടിക്കകം കാണാൻ നല്ല വൃത്തിയുണ്ട്. എത്ര ചോദിക്കുന്നത്? 95 രൂപ. 95. ഇതിൻ്റെ പേപ്പർ കാര്യങ്ങളൊക്കെ ഇനി എത്ര? ഇതിൻ്റെ പേപ്പർ നമുക്ക് 26 വരെ പേപ്പർ ഉള്ളതാണ്. 26 വരെയുണ്ട്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന 2004 മോഡലാണ്. 2004 മാനുഫാക്ചറിങ്, 2005 രജിസ്ട്രേഷൻ വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ള വണ്ടിയാണ്. ഇതിൻ്റെ ടയർ കണ്ടീഷൻ എന്നൊക്കെ പറയുകയാണെങ്കിൽ ഫ്രണ്ട് 2 ഏകദേശം ആവറേജ് കണ്ടീഷൻ, ബാക്ക് 2 നല്ല ടയറാണ് കിടക്കുന്നത്. ഇൻറ്റീരിയർ ഒന്നും വലിയ കുഴപ്പമൊന്നും വരുന്നൊന്നുമില്ല. ഇതിൻ്റെ കിലോമീറ്റർ ഏകദേശം 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഒന്ന് തികച്ചിട്ടുണ്ട്. ഒന്ന് തികച്ചിട്ടുണ്ട്. ഇത് എ സി ആണോ? എ സി അല്ല. എ സി അല്ല. MPF ആണോ അതോ കാർബറേറ്റർ ആണോ? ഇത് കാർബറേറ്ററാണ്. ഓക്കെ. ബാക്ക് ടയർ കാർബറേറ്റർ അല്ല, NBF ആണ് കേട്ടോ. ആണോ? NBF ആണ്. ബാക്ക് ടയർ മാറേണ്ട, ഫ്രണ്ട് 2 ടയറും കുറച്ച് ഓടിയിട്ട് മാറേണ്ടി വരും. എത്ര ചോദിക്കുന്നത്? ഇത് 63 രൂപയാണ് നമ്മൾ ആസ്കിങ് പ്രൈസ് വരുന്നത്. 63. 25 വരെ പേപ്പറുണ്ട്. അടുത്ത കൊല്ലം വരെ പേപ്പറുള്ള വണ്ടിയാണ്. റീപ്ലേസ്മെൻറ്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെൻ്റ് ആയിട്ട് ഒന്നും ഇല്ല. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന 2010 മോഡലിൽ നാനോ ആണ്. ഇത് 2010 മോഡലാകുമ്പോഴത്തേക്കും നമുക്ക് 25 വരെ പേപ്പറുള്ള വണ്ടിയാണ്. ഇല്ല, ടയർ കണ്ടീഷനെല്ലാം നല്ല ഗുഡ് കണ്ടീഷനാണ്. ഇത് നമുക്ക് ഓടിച്ച് പഠിക്കാനായിട്ടൊക്കെ നോക്കുന്ന കസ്റ്റമേഴ്സ് ആണെങ്കിൽ നമുക്ക് നല്ല സൂട്ടാണ്. ഇത് 25 വരെ പേപ്പറുള്ള വണ്ടി ആയതുകൊണ്ട് നമുക്ക് ഇൻഷുറൻസ് എല്ലാം ഉണ്ട്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. റീപ്ലേസ്മെൻറ്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. 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 ഈ ടയേഴ്സൊക്കെ അത്യാവശ്യം ടയേഴ്സ് കിടപ്പുണ്ട്.
ഈ സ്ക്രാച്ച് കാര്യങ്ങളെല്ലാം ഈ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല. നമുക്ക് ഇതിലും വാഷ് ചെയ്ത് പോളിഷ് ചെയ്ത് കൊടുക്കാന്നുള്ളതേ ഉള്ളൂ. അത്രേ ഉള്ളൂ. മാരുതി വണ്ടി അല്ലാത്തതുകൊണ്ടായിരിക്കും അല്ലേ? മാരുതി വണ്ടിയല്ല, നമുക്ക് ഇതിനൊക്കെ നമുക്ക് ആ ഒരു പോളിഷ് ഇത് വേറെ ചെക്കപ്പിനുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. നമുക്ക് എങ്ങനെയെങ്കിലും മാക്സിമം റേറ്റ് കുറച്ച് കൊടുക്കാന്നുള്ള ഒരു ഓപ്ഷനാണ് നമുക്ക് ഈ മോഡൽസിനൊക്കെ വരുന്നത്. 35 രൂപ അല്ലേ? 30 രൂപയ്ക്ക് പേര് മാറി തരുന്ന ഇതാണ്. ഒന്ന് വാഷ് ചെയ്ത് പേര് മാറി തരും. ഇൻഷുറൻസ് ഒക്കെ നിലവിലുള്ളതാണ്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന 2011 മോഡൽ സ്വിഫ്റ്റ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആയിട്ടുള്ള വണ്ടിയാണ്. 92,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വേറെ ടയർ ഭാഗം എല്ലാം ഏകദേശം ഓടാനുള്ള ടയറുണ്ട്. ഏകദേശം ആവറേജ് അല്ല, ഗുഡ് കണ്ടീഷൻ ടയറാണ്. പിന്നെ ഇൻറ്റീരിയറൊക്കെ നല്ല നീറ്റും ക്ലീനുമാണ്. അകമൊക്കെ കാണാൻ നല്ല വൃത്തിയുണ്ട്. അതെ, നല്ല സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയല്ലേ, നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ട്? റീപ്ലേസ് നമുക്ക് ഇതിൽ ഡിക്കി റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. തട്ടിയിട്ടല്ല, ബൂട്ട് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡെൻറ്റിങ് വർക്ക് വല്ലതും വന്നപ്പോൾ റീപ്ലേസ് ആയിരിക്കും നോക്കിയത് കസ്റ്റമർ. അങ്ങനെ ടയേഴ്സൊക്കെ അത്യാവശ്യം നല്ല ടയറുണ്ട്, കുഴപ്പമില്ല. മേജർ ആക്സിഡൻറ്റ് അങ്ങനൊന്നുമല്ല? മേജർ ആക്സിഡൻ്റ് ഇല്ല. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് 295 നമുക്ക് ഇതിൽ ലാസ്റ്റ് പ്രൈസ് വരുന്നത്. അത് വിലയിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളും നടക്കുമോ ഇനി? വിലയിൽ പിന്നെ വിലയിൽ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റും അല്ല. നമുക്ക് ഈ 295 നമുക്ക് ഇതിൽ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കാന്നുള്ളൊരു ഓപ്ഷനുണ്ട്. അത്രേ ഉള്ളൂ. പിന്നെ വാഷ് ചെയ്ത് പോളിഷ് ചെയ്ത് ഇന്ത്യയിൽ എല്ലാം ചെയ്ത് വണ്ടി നീറ്റാക്കി തരുന്നു കൊടുക്കുക. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് 12 വണ്ടിയാണ്. 12 മാരുതി 800 തന്നെ, AC എല്ലാം ഉള്ള മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ടയർ 4 പുതിയതാണ്, മാറിയിട്ടുള്ളതേ ഉള്ളൂ. ഇപ്പം മാറിയിട്ടുള്ളതേ ഉണ്ട്. ഏകദേശം 50,000 കിലോമീറ്റർ വരെ അടുപ്പിച്ച് ഓടാനുള്ള ടയറുണ്ട്. ഇതിലും ആക്സിഡൻറ്റോ റീപ്ലേസോ ഒന്നും വരുന്നില്ല. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 19,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. അത് 1 ലക്ഷം കഴിഞ്ഞിട്ടുള്ളതാണോ കാണിക്കുന്നത്? അതോ അല്ല, അതിൽ 1 ലക്ഷം അല്ല, ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. കാരണം നമുക്ക് വണ്ടി ഓടിച്ചപ്പോഴത്തേക്ക് ആ ഒരു കിലോമീറ്റർ മറിഞ്ഞിട്ടുള്ളതായിട്ട് നമുക്ക് തോന്നുന്നില്ല. ഇല്ല. ജെന്യുവൻ കിലോമീറ്റർ ആണ്. 2012 വണ്ടിയല്ലേ. പിന്നെ AC എല്ലാം നല്ല ഗുഡ് കണ്ടീഷനാണ്, നല്ല കൂളിംഗ് ഉള്ളതാണ്. അധികം ഓടാതെ കിടന്ന വണ്ടിയാണ്. ബോഡി ക്വാളിറ്റി ഹൈ ക്വാളിറ്റിയാണ്. വേറെ ഡെൻറ്റിങ്ങോ പെയിൻറ്റിങ് വർക്കോ ഒന്നും ഇല്ല. നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഒന്ന് വാഷ് ചെയ്ത് എടുക്കുമ്പോഴത്തേക്ക് നല്ല ഗ്ലേസിംഗ് ഒക്കെ ആയിക്കോളും വണ്ടി. എത്ര ചോദ്യം? എത്രയാണ്? ഇത് 1.25 ഇതിൻ്റെ ചോദ്യം വരുന്നത്. ഫൈനലല്ല, നമുക്ക് ഡിസ്കൗണ്ട് വരുന്നതാണ്. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് 2013 ഓൾട്ടോ 800 ആണ്. സെക്കൻഡ് ഓണർഷിപ്പാണ് വണ്ടി നിലവിലുള്ളത്. ഓണർഷിപ്പ് 37,000 കിലോമീറ്ററാണ് മാത്രം ഓടിയിട്ടുള്ളൂ. വേറെ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നും റീപ്ലേസ് ഒന്നുമില്ല. ഈ ടയേഴ്സൊക്കെ ആ പഴയതാണോ അതോ പുതിയതായിട്ട് ഇട്ടേക്കാണോ? ടയേഴ്സ് കമ്പനി ടയറാണ്, ഇതുവരെ മാറിയിട്ടില്ല. ഇൻറ്റീരിയറും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പ്രത്യേകിച്ച് വേറെ അപാകതകൾ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല, റീപ്ലേസ് ഒന്നുമില്ല. എല്ലാം വണ്ടി സ്റ്റോക്ക് പോലെ തന്നെ നോക്കിയിട്ടുണ്ട്. വണ്ടിയുടെ ബാറ്ററി പുതിയ ബാറ്ററിയാണ് ഇരിക്കുന്നത്. പുതിയ ബാറ്ററിയാണ് ഇരിക്കുന്നത്. ഇത് 2 ഡോർ പവർ വിൻഡ് ആണല്ലേ? 2 ഡോർ പവർ വിൻഡ്, AC പവർ സ്റ്റിയറിംഗ് ഉള്ള മോഡലാണ്. ഫസ്റ്റ് ടയർ. റീപ്ലേസ് ഒന്നുമില്ല? എത്ര ചോദ്യം? ഇത് 2.25 ചോദ്യം. ഫൈനലല്ല, ആസ്കിംഗ് പ്രൈസ് ആണ് പറയുന്നത്. 2.25. ഇത് നമുക്ക് എടുക്കുമ്പോഴത്തേക്ക് വാഷിങ്ങും പോളിഷിങ്ങും ഇൻറ്റീരിയറിങ്ങും എല്ലാം വരുന്നുണ്ട്. ഇത് വാറണ്ടി ഉണ്ടോ? വാറണ്ടി വരുന്നില്ല. 13 വണ്ടി ആയതുകൊണ്ട് വാറണ്ടി നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ബാക്കി നമ്മൾ ചെക്കപ്പ് എല്ലാം ചെയ്താണ് തരുന്നത്. അല്ല, ഏത് വർഷം തൊട്ടാണ് ഈ വാറണ്ടി? നമുക്ക് 18 വണ്ടി തൊട്ടാണ് വാറണ്ടി വരുന്നത്. മാരുതിയുടെ വാറണ്ടി വരുന്നത് 18 തൊട്ടാണ്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് 2012 മാരുതി 800 ആണ്. ഇത് 1 ലക്ഷം കിലോമീറ്റർ കഴിഞ്ഞ വണ്ടിയാണ്. 1 ലക്ഷം കിലോമീറ്റർ കഴിഞ്ഞ് 17,000 കിലോമീറ്റർ ആയിട്ടുണ്ട് വീണ്ടും. ഇതിൽ ടയറെല്ലാം ഏകദേശം കൊള്ളാം, നീറ്റാണ്. ആവറേജ് കണ്ടീഷൻ എന്ന് പറയാം. റീപ്ലേസ്മെൻറ്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെൻ്റ് ആയിട്ട് വിൻഷീൽഡും ബോണറ്റും റീപ്ലേസ്മെൻ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇതിൽ ബോണ്ടൊന്ന് നോക്കി കാണിക്കാമോ? വണ്ടിക്ക് അകം എങ്ങനെ ഉണ്ട്? ഇൻറ്റീരിയർ ഒന്നും വലിയ കുഴപ്പമില്ല. ഇൻറ്റീരിയറൊക്കെ നീറ്റാണ്. AC അല്ലേ? AC ആണ്. വണ്ടിക്കകം സീറ്റ് കവറും കാര്യമൊക്കെ ഇട്ട് വണ്ടിക്കകമൊക്കെ അത്യാവശ്യം വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട്. അകം വേറെ വൃത്തിയുടെ പരിപാടിയൊന്നുമില്ല. അകമൊക്കെ നീറ്റാണ്. ഫ്രണ്ടിലെ റീപ്ലേസ്മെൻറ്റ് മാത്രമാണ് എല്ലാം ഒരു ഇതായിട്ട് വരുന്നത്. നമുക്ക് അപ്രോണൊന്നും പൊട്ടിയിട്ടില്ലല്ലോ? അപ്രോണൊന്നും പൊട്ടിയിട്ടില്ല. പുതിയ ബാറ്ററി അല്ലേ?
ബാറ്ററി പുതിയ ബാറ്ററി. വേറെ അപാകതകൾ കാണുന്നില്ല. എത്ര ചോദ്യം? എത്ര ഇത് നമ്മൾ ചോദ്യം 1 ലക്ഷം രൂപ. ഒന്ന് ഫൈനൽ ആസ്കിങ് പ്രൈസാണ്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന 2010 i10 മാഗ്ന ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ള വണ്ടി 40,000 കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളത്. വേറെ റീപ്ലേസ്മെൻറ്റോ ഇത് ആക്സിഡൻറ്റ് ക്ലെയിംസ് ഒന്നും വന്നിട്ടൊന്നുമില്ല വണ്ടിയിൽ. ഇൻറ്റീരിയറൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീനും ആണ്. 2010 വണ്ടിയാണ്ട് 25 വരെ പേപ്പറുള്ള 25 വരെ പേപ്പറും കാര്യം എല്ലാം ഉണ്ട് നമുക്കിതിന്. കിലോമീറ്ററൊക്കെ ജെന്യൂൻ തന്നെയല്ലേ? കിലോമീറ്ററൊക്കെ ജെന്യൂൻ തന്നെ. ടയർ കണ്ടീഷൻ പുതിയ ടയറെല്ലാം ആവറേജ് കണ്ടീഷനാണ്. അത്യാവശ്യം നല്ല ടയറുണ്ട്, റീപ്ലേസ് ഒന്നുമില്ല. ഒരു 13 മൈലേജ് ഒക്കെ കിട്ടും അല്ലേ? 13-14 മൈലേജ് വരെ കിട്ടുന്നതാണ്. AC ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ AC ഉണ്ട്. AC എല്ലാം നല്ല കണ്ടീഷനാണ്. നല്ല എല്ലാ ടയറും മാറിയിട്ടേക്കും അല്ലേ? എല്ലാ ടയർ ഫ്രണ്ട് 2 ടയർ മാറിയിട്ടുണ്ട്. ബാക്ക് ടയർ കൊള്ളാം, നല്ല ടയർ. അതാണ് ഞാൻ ചോദിച്ചത് അങ്ങനെ. ഓക്കെ, എത്ര ചോദിക്കുന്നത്? ഇത് 1.65 ചോദ്യം. 2010 വണ്ടി. 2010. ലോൺ കിട്ടുമോ? ലോൺ നമുക്ക് കിട്ടത്തില്ല. 2011 വണ്ടി തൊട്ടാണ് ലോൺ കിട്ടുന്നത്. നമ്മൾ നോക്കാൻ പോകുന്ന 2014 മോഡൽ ഇയോൺ ആണ്. വേരിയൻ്റ് ഒന്ന് ഇറ പ്ലസ് ആണ്. 63,000 കിലോമീറ്റർ ഓടിയ തേർഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. ടയറൊക്കെ സെക്കൻഡ് മാറി. ടയർ 4 നല്ല ഗുഡ് കണ്ടീഷനാണ്. ഏകദേശം ഓടാനുള്ള ടയറുണ്ട് വണ്ടിയിൽ. ഇത് വേരിയൻ്റ് ഏതാ? ഇറ പ്ലസ് ആണ്. ഇറ പ്ലസ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോ വരുന്ന മോഡലാണ്. ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ് വരുന്നതാണ്. സീറ്റ് കവറും കാര്യമൊക്കെ ഇട്ടിട്ടുണ്ട്, സെപ്പറേറ്റ് ചെയ്ത് എല്ലാം ചെയ്തിട്ടുള്ള സീറ്റ് കവറെല്ലാം വെളിയും ചെയ്തിട്ടുള്ളതാണ്. വണ്ടിക്കകമൊക്കെ കാണാൻ കൊള്ളാം. വണ്ടിക്കകമൊക്കെ കാണാനേ ഇന്റീരിയറൊക്കെ നീറ്റാണ്. വേറെ കുഴപ്പമൊന്നുമില്ല. സ്റ്റീരിയോ എല്ലാം വെച്ചിട്ടുണ്ട് വണ്ടിയിൽ. എത്ര ചോദിക്കുന്നത്? ഇത് 1.85 ആസ്കിങ് പ്രൈസ് വരുന്നത്. 1.85 കുറയോ? ഫൈനലല്ല, ആസ്കിങ് പ്രൈസ് ആണ്. എത്ര രൂപ നമുക്ക് ഇറക്കാം? നമുക്കൊരു 1.80 നമുക്ക് ഇറക്കാമെന്നുള്ളതാണ്. 1.80 അല്ല, അഡ്വാൻസ് നമ്മൾ തുടക്കം എത്ര അടയ്ക്കണമെന്നേ? നമുക്ക് ഇത് 4 കൊല്ലം വരെ മാക്സിമം ഫിനാൻസ് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു 40 രൂപ 50 രൂപ അടയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇറക്കാൻ കിട്ടും. പെർ ലാക്ക് എത്ര രൂപ വെച്ചായിരിക്കും? പെർ ലാക്ക് ഇപ്പോൾ 2,800-2,900 അകത്ത് വരും. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന 2022 മോഡൽ അർബൻ ക്രൂയിസറാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 15,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ടോപ്പ് എൻഡ് ആണ്. വി എന്ന് പറയുന്ന വേരിയൻ്റ് ആണ്. വി എന്ന് പറയുന്ന വേരിയൻറ്റിലാകുമ്പോഴത്തേക്ക് പുഷ് ബട്ടൺ, ടച്ച് സ്ക്രീൻ, റിവേഴ്സ് ക്യാമറ, റിവേഴ്സ് വൈപ്പർ, ഡീഫോഗർ എല്ലാം വരുന്ന മോഡലാണ്. ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ട്. സ്റ്റിയറിംഗിൽ കൺട്രോൾ വരുന്നുണ്ട്. പിന്നെ ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്. ഇത് മൈലേജ് ഒക്കെ എന്തായിരിക്കും? നമുക്ക് മൈലേജ് ഏകദേശം 15 വരെ മൈലേജ് കിട്ടുന്നതാണ്. 15. പെട്രോൾ അല്ലേ? പെട്രോളാണ്. നമുക്കൊരു മിനി SUV മോഡലല്ലേ, നമുക്ക് കംഫോർട്ടൊക്കെ കൂടുതലാണ് ഇതിന് വരുന്നത്. ഇപ്പോൾ നമുക്ക് ബമ്പി റോഡ്സ് ആണെങ്കിൽ നമുക്ക് നല്ല കംഫോർട്ടാണ്. സസ്പെൻഷനൊക്കെ സ്മൂത്ത് സസ്പെൻഷനാണ് വരുന്നത്. വണ്ടിക്കകമൊക്കെ കാണാൻ നമ്മളെ ബ്രീസയുടെ ഇത് തന്നെയല്ലേ? ബ്രീസ് തന്നെ, ചേസ് എല്ലാം സെയിം ആണ്. നമ്മൾ ഈ ലോഗോ മാത്രം വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ടൊയോട്ടയുടെ വിശ്വാസ്യതയ്ക്ക് വേണ്ടി ടൊയോട്ടയുടെ വാറണ്ടി ഉണ്ട്. നമുക്കിത് 2027 വരെ ടൊയോട്ടയുടെ വാറണ്ടി ഉണ്ട്. എഞ്ചിനും ഗിയർ ബോക്സ് ഉൾപ്പെടെ വാറണ്ടി വരുന്നുണ്ട്. എത്ര ചോദ്യം? ഇത് 990 നമുക്ക് ഇതിൻ്റെ ചോദ്യം വരുന്നത്. ഇത് ഇറങ്ങിയ സമയത്ത് എന്താണ്? ഇത് ഏകദേശം പുതിയത് ഇറക്കുന്നെങ്കിൽ ഒരു 14 രൂപ അടുപ്പിച്ച് വില വരുന്നുണ്ട് ഈ ടോപ്പ് എൻഡിന്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന 2014 മോഡൽ ഗ്രാൻഡ് i10 മാഗ്ന വേരിയൻ്റ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആയിട്ടുള്ള വണ്ടിയാണ്. KL01 ട്രിവാൻഡ്രം വണ്ടിയാണ്. ടയറെല്ലാം നല്ല കണ്ടീഷനാണ്, കുഴപ്പമില്ല. ഏകദേശം ആവറേജ് കണ്ടീഷൻ പറയാം. ഇൻറ്റീരിയറും അതേപോലെ തന്നെ ഇൻറ്റീരിയറും എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നമുക്ക് റീപ്ലേസ്മെൻ്റ് ഒന്നും വരുന്നൊന്നുമില്ല വണ്ടിയിൽ. വണ്ടിക്കകമൊക്കെ കാണാൻ അത്യാവശ്യം നല്ല നീറ്റാണ്, കുഴപ്പമില്ല. 36,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 36 ജെന്യൂൻ കിലോമീറ്റർ ആണ്. ഏത് വർഷമായിരുന്നു? 2014. 14 ഇത്രയും കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ? ഇത്രേ ഓടിയിട്ടുള്ളൂ. വേറെ തിരുമറി കാര്യമൊന്നും വന്നിട്ടില്ല? ഇല്ല. നമുക്ക് വണ്ടി നമുക്ക് ഓടിച്ച് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും വേറെ കുഴപ്പവും കാര്യങ്ങളും ഉണ്ടോ. എത്രയാണ് ചോദ്യം? ഇത് നമുക്ക് 3.45 ചോദ്യം. 2014. നമുക്ക് 4 കൊല്ലം വരെ ഫിനാൻസ് കിട്ടുന്ന മോഡലാണ്. 50 രൂപ അടയ്ക്കുകയാണെങ്കിൽ നമുക്ക് മാക്സിമം ഇറക്കാൻ പറ്റുന്നതുമാണ്.
അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന 2017 മോഡൽ എർട്ടിക്കയാണ്. വെറും 64,000 കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പാണ്. ഇത് നമുക്ക് ലിമിറ്റഡ് എഡീഷനാണ്. VXI ലിമിറ്റഡ് എഡീഷൻ ആയതുകൊണ്ട് നമുക്ക് അലോയ് വീല് എല്ലാം വരുന്നുണ്ട്, സ്റ്റിയറിംഗ് കൺട്രോൾ വരുന്നുണ്ട്, മിറർ ഫോൾഡബിൾ വരുന്നുണ്ട്. ഇൻറ്റീരിയർ എല്ലാം നീറ്റും ക്ലീനുമാണ്. വേറെ ആക്സിഡൻറ്റോ ക്ലെയിമോ ഒന്നും വരുന്നില്ല, റീപ്ലേസ്മെൻ്റ് ഒന്നും ഇല്ല വണ്ടിയിൽ. ഈ ലിമിറ്റഡ് എഡിഷനിലുള്ളതാണോ ഈ സീറ്റ് കവർ കാര്യങ്ങളെല്ലാം? ലിമിറ്റഡ് എഡീഷനിലുള്ളതാണ് ഈ സീറ്റ് കവർ വരുന്നത്. സെപ്പറേറ്റും ചെയ്തതല്ല? സെപ്പറേറ്റ് ചെയ്തതല്ല, നമുക്ക് ഈ ആക്സറീസ് ലിമിറ്റഡ് എഡീഷനിൽ വരുന്നതാണ്. അതേ സീറ്റ് കവറിൻ്റെ പോലെ തന്നെ നമുക്ക് സ്റ്റിയറിംഗ് കവറും അതേപോലെയാണ് നമുക്ക് വരുന്നത്. അങ്ങനെ തന്നെ ഉള്ളതാണ്? സെയിം ആണ്, ബ്ലാക്ക് ആൻഡ് മെറൂൺ കളറിൽ വരുന്നതാണ് സീറ്റ് ആൻഡ് സ്റ്റിയറിംഗ് കവറും. വേറെ അപാകതകൾ പറയാൻ എന്തെങ്കിലും ഉണ്ടോ? അപാകതകളായിട്ട്? അപാകതകളായിട്ടൊന്നുമില്ല, നല്ല വണ്ടിയാണ്, നല്ല ഓട്ടിക്കാനും നല്ല കംഫർട്ടുണ്ട്. വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും വണ്ടിയിലില്ല. നമുക്കിതിന് 5 കൊല്ലം വരെ ഫിനാൻസ് കിട്ടുന്നതാണ്. നമുക്കൊരു 1 രൂപയ്ക്ക് അടയ്ക്കുകയാണെങ്കിൽ നമുക്ക് ചുമ്മാ നമുക്ക് വണ്ടി ഇറക്കാമെന്നുള്ളതേ ഉള്ളൂ. 1 രൂപ വേണം അല്ലേ? 1 രൂപ വേണം. അത് നമുക്ക് പ്രൊഫൈൽ നോക്കിയിട്ടാണ് വരുന്നത്. നമുക്കിപ്പോൾ 90 ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാം. പ്രൊഫൈൽ നമുക്ക് അത്രയും ഹൈ പ്രൊഫൈലാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് നമുക്ക് ഫണ്ടിങ് കൂടുതൽ കിട്ടുന്നതാണ്. പിന്നെ നമുക്ക് ആസ്കിംഗ് പ്രൈസ് വരുമ്പോൾ 6.25 വരുന്നത്, 6,75,000 രൂപ. ഫൈനൽ റേറ്റ് അല്ല, നമുക്ക് ഡിസ്കൗണ്ട് വരുന്ന മോഡലാണ്. 5 വർഷം വരെ ലോണും? 5 വർഷം വരെ ലോൺ കിട്ടും. നമുക്കിത് എടുക്കുമ്പോഴത്തേക്ക് എല്ലാം വാഷിങ്, പോളിഷിങ്, ഇൻറ്റീരിയറിങ് എല്ലാം വരുന്നുണ്ട്. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്ന 2017 മോഡൽ വാഗനർ ഓട്ടോമാറ്റിക്കാണ്. നിങ്ങളിത് കിലോമീറ്റർ പറഞ്ഞാൽ വിശ്വസിക്കില്ലായിരിക്കും. നമുക്ക് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. വെറും 12,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ 7 കൊല്ലമായിട്ട്. 7 കൊല്ലമായിട്ട്? അത് തന്നെ, അതുകൊണ്ടാണ് ആദ്യമേ അങ്ങനെ പറഞ്ഞില്ലേ? അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. കിലോമീറ്റർ 12,000 ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. വേറെ റീപ്ലേസ്മെൻറ്റോ ക്ലെയിമോ ഒന്നും വരുന്നില്ല. ഇൻറ്റീരിയർ എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. വണ്ടിക്കകമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഓട്ടോമാറ്റിക് അല്ലേ? ഓട്ടോമാറ്റിക്കാണ്. ഒരു ഓട്ടോമാറ്റിക് വണ്ടി നോക്കുന്നു, ലോ കിലോമീറ്റർ നോക്കുന്നെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ്. കാരണം ലോ കിലോമീറ്റർ വണ്ടിയിൽ ഒരു ഓട്ടോമാറ്റിക് കിട്ടാൻ നമുക്ക് ഈ സമയത്ത് നമുക്ക് നല്ല പാടാണ്. കാരണം ഇപ്പോൾ ഒരു ഓട്ടോമാറ്റിക് ട്രെൻഡായിട്ട് പോകുന്ന കാലങ്ങളിൽ ലോ കിലോമീറ്റർ വണ്ടി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് നല്ലൊരു പ്രൈസ് റേഞ്ചിൽ വരുന്നതുകൊണ്ട് ആർക്കായാലും നോക്കാമെന്നുള്ളതാണ്. 70,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി എടുക്കാമെന്നുള്ളതേ ഉള്ളൂ. 70. 5 കൊല്ലം വരെ ഫിനാൻസും കിട്ടുന്നതാണ്. ഒരു 4 ലക്ഷം രൂപ ഫിനാൻസ് ഇടുകയാണെങ്കിൽ നമുക്ക് ഒരു 9,600 അകത്തൊക്കെ അടവ് വരുന്നതേ ഉള്ളൂ. 5 വർഷം? 5 കൊല്ലത്തേക്ക്. ട്രിവാൻഡ്രം വണ്ടിയാണ്, KL01 വണ്ടിയാണ്. അതുകൊണ്ട് വേറെ ഫ്ലഡോ അങ്ങനെ ഒന്നും വരുന്നില്ല. ഓക്കെ. എത്ര ചോദിക്കുന്നത്? ഇതിൻ്റെ നമ്മൾ പ്രൈസ് വരുന്നത് 4,85,000 രൂപയാണ്. 4,85,000 രൂപ. വില അഡ്ജസ്റ്റ് ചെയ്യാം? വില അഡ്ജസ്റ്റ് ചെയ്യാം. വില നമുക്കിത് ഫൈനൽ റേറ്റ് അല്ല, ആസ്കിംഗ് പ്രൈസാണ് വരുന്നത്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് 2014 മോഡൽ മൈക്രയാണ്. ഇത് ഓട്ടോമാറ്റിക്കാണ്. ഒരു CVT ഒരു നിസാൻ വെഹിക്കിൾ നോക്കാമെങ്കിൽ നമുക്ക് നോക്കാമെന്നുള്ള വണ്ടിയാണ്. അലോയ് വീൽ വരുന്ന മോഡലാണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പൊക്കെ വരുന്നതാണ്. കീലെസ് എൻട്രി വരുന്ന മോഡലാണ്. സ്റ്റിയറിംഗ് കൺട്രോൾ വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട്. പിന്നെ അതുപോലെ അത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 51,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ജെന്യൂൻ കിലോമീറ്റർ ആണ്. വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ക്ലെയിമോ ഒന്നും വരുന്നില്ല. ഇൻറ്റീരിയറും അതേപോലെ തന്നെ എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നമുക്ക് അറിയാം, ഒരു നിസാൻ്റെ ഒരു വണ്ടി ഓടിക്കുമ്പോൾ അതിൻ്റെ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് ഓടിക്കുമ്പോൾ വരെ മനസ്സിലാവത്തുള്ളൂ. നല്ല നമുക്ക് പ്രീമിയം സെഗ്മെൻറ്റ് വണ്ടി ഓടിക്കുന്ന പോലെയാണ് നമുക്കൊരു നിസാൻ്റെ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. ബാക്ക് ടയർ അത്യാവശ്യം ഒരു 2 ടയർ എടുക്കേണ്ടി വരും. എങ്ങനെ നിങ്ങൾ മാറി കൊടുക്കൂ? നമ്മൾ മാറത്തില്ല. നമുക്ക് പ്രൈസിൽ എന്തെങ്കിലും നെഗോഷിയേറ്റ് ചെയ്ത് ചെയ്യാനുള്ളതേ ഉള്ളൂ. എത്ര ചോദ്യം? ഇത് 390 ആസ്കിംഗ് പ്രൈസ് വരുന്നത്. 390? നമുക്കിത് 4 കൊല്ലം വരെ ഫിനാൻസ് ഇടാവുന്നതാണ്. ഒരു 60 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് 60 മതി. 60 അടച്ചാൽ നമുക്ക് വണ്ടി എടുക്കാമെന്നുള്ളതേ ഉള്ളൂ. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന ബലേനോ ആണ്. 2017 മോഡൽ ബലേനോ സീറ്റയാണ്. ഇത് നമുക്ക് CVT തന്നെ. ഒരു മാരുതിയിൽ ഒരു CVT നോക്കുന്നെങ്കിൽ നമുക്ക് ഈ ബലേനോ തീർച്ചയായും നോക്കാമെന്നുള്ളതേ ഉള്ളൂ. സീറ്റ് ആകുമ്പോഴത്തേക്ക് അലോയ് വീൽ വരുന്നുണ്ട്. 16 ഇഞ്ച് അലോയ് വീൽ വരുന്നുണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ് വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട്. ബാക്ക് റിവേഴ്സ് വൈപ്പർ ഡിഫോഗർ എല്ലാം വരുന്ന മോഡലാണ്. ഓട്ടോമാറ്റിക്കുമാണ്. ഫുൾ ഡോറ്. നമുക്കിത് ഇല്ല റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഒന്നും, വിൻഷീൽഡ് മാത്രമാണ് ഇല്ല റീപ്ലേസ് വന്നിട്ടുള്ളത്. വിൻഷീൽഡ് നമുക്ക് റീപ്ലേസ് നമുക്ക് ഇതിൻ്റെ ഹിസ്റ്ററിയിൽ തന്നെ കാണാം. ക്രാക്ക് കാരണമാണ് വിൻഷീൽഡ് മാറിയിട്ടുണ്ടെന്ന് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. മേജർ ആക്സിഡൻ്റ് ഇല്ല. ബോണറ്റോ ആബ്രോണോ ഒന്നും കുഴപ്പമില്ല.
എത്ര ചോദ്യം? ഇത് 6.4 എൻ്റെ ചോദ്യം പറഞ്ഞാൽ. ഇതിനും 5 കൊല്ലം വരെ ഫിനാൻസ് കിട്ടുന്ന വെഹിക്കിളാണ്. നമുക്കൊരു 1 അടയ്ക്കുകയാണെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാമെന്നുള്ളതേ ഉള്ളൂ. 1 ലക്ഷം. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് 2017 വാഗനാറാണ്. ഇത് വാറണ്ടി ഉള്ള വണ്ടിയാണ്. ഇതിന് 6 months വാറണ്ടി വരുന്ന മോഡലാണ്. 18 തൊട്ടില്ലേ വാറണ്ടി? 18 എന്ന് പറഞ്ഞാൽ നമുക്ക് മാരുതി സ്കീം വെച്ച് 17 ഒക്ടോബർ തൊട്ടുള്ള വണ്ടികൾക്ക് വാറണ്ടി കിട്ടുന്നതാണ്. ചുരുക്കം പറഞ്ഞാൽ നമുക്ക് 18 തൊട്ട് തന്നെ വണ്ടി വാറണ്ടി വരുന്നത്. പക്ഷേ ഇത് ഒക്ടോബർ ആ സമയത്തുള്ളതാണ്. ഒക്ടോബർ നവംബറിലുള്ള വണ്ടിയാണ്. അതാണ് നമുക്കിതിൽ വാറണ്ടിയിൽ വരുന്നത്. നമുക്ക് ഇപ്പം വരുന്ന വണ്ടിയെല്ലാം ഇത് കഴിഞ്ഞ മാസം വന്ന വണ്ടി ആയതുകൊണ്ട് നമുക്ക് വാറണ്ടി വരുന്നതാണ്. ഈ മാസം വന്ന വണ്ടി തൊട്ട് നമുക്ക് സ്കീം മാറുന്നതാണ്. ഈ വാറണ്ടി വരുമ്പോൾ നമുക്ക് ഓയിൽ ചേഞ്ച് ഉൾപ്പെടെ എല്ലാം ചെയ്ത് സർവീസ് ചെയ്താൽ തന്നെ പിന്നെ 1 കൊല്ലം കഴിഞ്ഞ് ഓയിൽ ചേഞ്ച് ചെയ്താൽ മതി. അല്ലെങ്കിൽ 10,000 കിലോമീറ്റർ കഴിഞ്ഞ് ഓയിൽ ചേഞ്ച് ചെയ്താൽ മതി. ടയർ ഭാഗം എല്ലാം നല്ല നീറ്റാണ്. ഏകദേശം ഓടാനുള്ള ടയറുണ്ട്. പിന്നെ വേറെ ആക്സിഡൻറ്റോ ക്ലെയിമോ ഒന്നും വന്നിട്ടില്ല വണ്ടിയിൽ. ഇത് ഓട്ടോമാറ്റിക്കാണ്, മാനുവൽ അല്ല, ഓട്ടോമാറ്റിക്കാണ്. ഓട്ടോമാറ്റിക് ആകുമ്പം നമുക്ക് മൈലേജ് ഒക്കെ എങ്ങനെ? മൈലേജ് നമുക്കിപ്പോൾ മാനുവൽ പോലെ തന്നെ. ഓട്ടോമാറ്റിക് ആകുമ്പോൾ സെയിം. ഇപ്പം എല്ലാവരും വിചാരം ഓട്ടോമാറ്റിക് ആകുമ്പോൾ മൈലേജ് കുറയുന്നതാണ്. ഇല്ല, ഓട്ടോമാറ്റിക്കിനാണ് മൈലേജ് കറക്റ്റ് കിട്ടുന്നത്. കാരണം AMT ട്രാൻസ്മിഷൻ ആകുമ്പോൾ കറക്റ്റ് ഗിയർ ചേഞ്ചിങ്ങോ എല്ലാം നടക്കുന്നതായതുകൊണ്ട് നമുക്ക് കറക്റ്റ് മൈലേജ് കിട്ടും. ഏകദേശം മറ്റേതിനെങ്ങനെ 1 കിലോമീറ്റർ കൂടുതൽ കിട്ടിയെന്ന് നമുക്ക് പറയാനുള്ളതാണ്. എത്ര ചോദ്യം? ഇത് 4.85 വണ്ടി വില വരുന്നത്. 4.85. 38,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 5 കൊല്ലം വരെ ഫിനാൻസും കിട്ടും. ഒരു 60-70 രൂപ ഡൗൺ പേയ്മെൻറ്റ് ചെയ്യുമെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാമെന്നുള്ളതേ ഉള്ളൂ. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന 2014 മോഡൽ വാഗനാറിൻ്റെ സ്റ്റിംഗ്രേ എന്ന് പറയുന്ന എഡീഷനാണ്. സ്റ്റിംഗ്രേ എന്ന് പറയുന്ന എഡീഷൻ ആകുമ്പോഴത്തേക്ക് നമുക്ക് പ്രൊജക്റ്റ് ഹെഡ് ലാമ്പ്സ് അലോയ് വീല് വരുന്ന മോഡലാണ്. ബോഡിയിൽ മാത്രം കുറച്ച് ഒരു ബൾക്കി ബോഡി പോലെ നമുക്ക് ഫീൽ ചെയ്യും. 2014 മോഡൽ സിംഗിൾ ഓണർഷിപ്പാണ്. 72,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. അത്രേ ഓടിയിട്ടുള്ളൂ? 72,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതിന് നമുക്ക് 4 കൊല്ലം വരെ ഫിനാൻസ് കിട്ടുന്നതാണ്. വണ്ടിക്കാകും. പക്ഷേ നല്ല ഒരു 50 രൂപ മിനിമം, ഒരു 50 രൂപ അടച്ചാൽ നമുക്ക് ഇറക്കാമെന്നുള്ളതേ ഉള്ളൂ. 4 ഡോർ പവർ വിൻഡോ അല്ലേ? 4 ഡോർ പവർ വിൻഡോ. ബാക്കിയെല്ലാം 4 ഡോർ പവർ വിൻഡോ സെൻട്രൽ ലോക്ക് വരുന്നതാണ്. ഇതിലിത്ത് പോരാ ആ ടയറൊക്കെ അലോയ് വീല് വരുന്നു, പ്രൊജക്റ്റ് ഹെഡ് ലാമ്പ്സ് വരുന്നു, ബാക്ക് ഡീഫോഗർ വൈപ്പർ എല്ലാം ഉള്ളതാണ്. ടെയിൽ ലൈറ്റും ഹെഡ് ലൈറ്റും കുറച്ച് വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ വണ്ടി അത് തന്നെ. എൻജിനും ചേസും എല്ലാം സെയിം വാഗനാർ തന്നെ. ട്രിവാൻഡ്രം വണ്ടിയാണ്. പിന്നെ നമുക്ക് ആസ്കിംഗ് പ്രൈസ് പറയുമ്പോഴത്തേക്കും 3,50,000 രൂപയാണ് എൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. റീപ്ലേസ്മെൻ്റ് ഒന്നും വരുന്നുമില്ല വണ്ടിയിൽ. നമ്മൾ ഇത്ര നേരം കണ്ടതല്ലാതെ വേറെ സ്റ്റോക്കുകളുമുണ്ട്. നമ്മളെ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്റ്റോക്കിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്. ഈ നമ്പറിൽ, ഈ വീഡിയോയുടെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ മതി. ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളും, ഫിനാൻസിൻ്റെ കാര്യങ്ങളോ, ഫിനാൻസ് കിട്ടുമോ ഇല്ലയോ, എത്ര ഫണ്ടിങ് ആവും എന്നുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം അവസാനിച്ചിട്ടുണ്ട് കേട്ടോ. തളർന്നുപോയി. 30,000 രൂപ തൊട്ട് കിടക്കുന്ന നാനോയാണ് 30,000 രൂപയ്ക്ക് കിടക്കുന്നത്. ആ വണ്ടികൾ മുതൽ നോക്കുന്ന എല്ലാ തരം പ്രേക്ഷകർക്കും കാണാൻ പറ്റുന്ന നല്ലൊരു വീഡിയോ ആണ്. 1-2 വണ്ടികൾക്ക് മാത്രമാണ് ചെറിയ പാകപ്പിഴകൾ കണ്ടിട്ട് പറഞ്ഞത്. അല്ലാതുള്ള വണ്ടികളെല്ലാം നല്ല നല്ല വണ്ടികളായിരുന്നു. അപ്പോൾ എടുക്കാൻ താല്പര്യപ്പെടുന്നവർ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യുക. ഇപ്പോൾ നല്ല നല്ല വണ്ടികൾ എടുത്തുകൊണ്ട് പോവുക. ഓണം കഴിഞ്ഞിട്ട് ബൈക്കൊക്കെ ഒന്ന് മാറി ചെറിയൊരു തുകയ്ക്കുള്ള നല്ല വണ്ടി, എന്നാൽ ഇത്തിരി വിശ്വസനീയമായ രീതി എടുക്കണം എന്നുള്ള ആൾക്കാർക്ക് ട്രൂ വാലിയിൽ വന്ന് വണ്ടികൾ എടുക്കാം. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യുക. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ ബൈ.